പേര് പറയുമ്പോൾ മല കുന്ന് എന്നൊക്കെ പറഞ്ഞ ആ സീൻസ് ഒക്കെ വരുമ്പോൾ അതൊക്കെ എത്രത്തോളം അതൊന്നും ഇംപ്രവൈസ് ചെയ്തിട്ടില്ല. അതൊക്കെ ഞാൻ ഇപ്പോൾ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് കിലുക്കത്തിലെയും മിന്നാരത്തിലെയൊക്കെ ഡയലോഗുകൾ അവർ പറഞ്ഞാണ് അത് എഴുതുന്നത്. ഞാൻ പറഞ്ഞാൽ അവർ പറഞ്ഞ ഒരിക്കലും സിനിമയാവില്ല, എഴുതിയേ പറ്റുള്ളൂ. ഞാൻ എഴുതുന്നത് തന്നെയാണ്. പിന്നെ എന്താ വെച്ചാൽ അവർ ചെയ്യുമ്പോൾ ആ സമയത്ത് ചില ഇംപ്രവൈസേഷൻ ഉണ്ടാകും. ബോഡി ലാംഗ്വേജ്, മാനറിസം, തട്ടി വീഴുന്നത്, കൈ കുടുങ്ങുന്നത്, ഇങ്ങനെയുള്ള ചില സംഭവങ്ങളിൽ ഇംപ്രവൈസേഷൻ ആക്ടേഴ്സിൻ്റെ കോൺട്രിബ്യൂഷനായിട്ട് ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്കൊരിക്കലും എഴുതിയേ പറ്റുള്ളൂ. അല്ലാതെ അവിടെ വെച്ചിട്ട് അവരിവരും പറയുന്ന ഡയലോഗുകളുടെ വാക്ക് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അത് ശരിക്കും എഴുതി തന്നെ ഉണ്ടാകും. ഇപ്പം കിലുക്കത്തിലൊക്കെയുള്ള സീനുകളിൽ മോഹൻലാലിൻ്റെ ജഗതിയൊക്കെ നമ്മൾ എഴുതിയ സീനിനകത്ത് ചില ഇംപ്രവൈസേഷൻ നിന്ന് കളിക്കുകയും അതിനകത്ത് ചില വാക്കുകൾ എക്സ്ട്രാ അതേ ലൈനിൽ ചില വാക്കുകൾ പറയാനുള്ള സൗകര്യത്തിന് ഇടുകയും ചെയ്യുന്നല്ലാതെ വേറെ ഇംപ്രവൈസേഷൻസ് ഉണ്ടാവാം. കാര്യം വർഷങ്ങൾ കഴിഞ്ഞാലും ഇന്നും എയർപോർട്ടിൽ നിന്ന് വന്ന് പറഞ്ഞ മുത്തശ്ശി പറഞ്ഞ പോലെ അല്ലെങ്കിൽ പോലും കാര്യം ഇന്നും നമുക്ക് ആ ലോട്ടറി ഒന്നും മറക്കാൻ പറ്റില്ല. അതെ, എക്സാക്ട്ലി. ഇപ്പം തന്നെ ഞാനെപ്പോഴും പറയും, ഇന്നസെന്റിനോട് പറയും, ഇതാണ് പറയേണ്ടത്, ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്, പിന്നെ അത് നിങ്ങളുടെ രീതിയിൽ പറഞ്ഞോളൂ. അതാണ് ഇംപ്രവൈസേഷൻ.